ഹലോ. കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഏപ്രിൽ 9 ആരംഭിക്കുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർ സമർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷ. എങ്ങനെയാണ് പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മാർച്ച് 24 മുതൽ 29 വരെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടികൾ, ക്ലാസുകൾ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു വരികയാണ്. എങ്ങനെയാണ് പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്, പൂരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫോം 12 ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥർ അപേക്ഷ പൂരിപ്പിച്ച് നൽകേണ്ടത്. അവിടെ ആദ്യം 2 ദ റിട്ടേണിംഗ് ഓഫീസർ 4 അവിടെ ഡാഷ് അസംബ്ലി പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിയമസഭാ മണ്ഡലമാണ് എഴുതേണ്ടത്. നിയമസഭാ മണ്ഡലം അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. തൊട്ട് താഴെ സർ ഐ ഇൻറ്റൻഡ് ടു കാസ്റ്റ് ബൈ വോട്ട് ബൈ പോസ്റ്റ് അറ്റ് എൻഷുയിങ് ഇലക്ഷൻ ടു ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി / ഹൗസ് ഓഫ് പീപ്പിൾ ഫ്രം, അവിടെയും പോളിംഗ് ഉദ്യോഗസ്ഥർ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ്. ഫ്രം ഡാഷ് അസംബ്ലി പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. തൊട്ട് താഴെ മൈ നെയിം ഈസ് എൻറ്റേർഡ് അറ്റ് സീരിയൽ നമ്പർ ഇൻ പാർട്ട് നമ്പർ ഓഫ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. അവിടെ നിങ്ങൾ എഴുതേണ്ടത് വോട്ടറായിട്ടുള്ള നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, സീരിയൽ നമ്പർ എത്രയാണെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗ നമ്പർ, പാർട്ട് നമ്പറുമാണ് അവിടെ എഴുതേണ്ടത്. അത് നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള വോട്ടുള്ള ഇലക്ടറൽ റോളിൽ അഥവാ വോട്ടർ അതല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും എഴുതി കഴിഞ്ഞതിന് ശേഷം ഇലക്ടറൽ റോൾ 4 ഡാഷ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെയും നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. കംപ്രൈസ്ഡ് വിത്തിൻ ഡാഷ് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പേരാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ ലോകസഭാ മണ്ഡലം ഏതാണ് അതാണ് എഴുതേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ മൈ നെയിം ഈസ് എൻറ്റേർഡ് അറ്റ് സീരിയൽ നമ്പർ പാർട്ട് നമ്പർ, സീരിയൽ നമ്പറും ഭാഗ നമ്പറും എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും അതിൻ്റെ ശേഷം വിത്തിൻ ഡാഷ് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത് അവിടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പേരുമാണ് എഴുതേണ്ടത്. തൊട്ട് താഴെ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പർ ഏത് അഡ്രസ്സിലേക്കാണ് വരേണ്ടത് എന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് അഡ്രസ്സ് രേഖപ്പെടുത്തുക. ഫോൺ നമ്പർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ നിർബന്ധമായിട്ടും തെറ്റാതെ രേഖപ്പെടുത്തുക. പെർമനൻ്റ് അഡ്രസ്സ് ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്ക് അയച്ചാലാണ് നിങ്ങൾക്ക് ബാലറ്റ് പേപ്പർ ഇപ്പോൾ കിട്ടുന്നത്, പ്രസൻ്റലി കിട്ടുന്നത്, ആ അഡ്രസ്സാണ് നിങ്ങൾ അവിടെ രേഖപ്പെടുത്തേണ്ടത്. വലതുഭാഗത്ത് നിങ്ങളുടെ പേരെഴുതുക, ഒപ്പിടുക. ഇടതുഭാഗത്ത് പ്ലേസ്, നിങ്ങളുടെ സ്ഥലം എഴുതുക. ഡേറ്റ്, ഏത് ദിവസമാണോ നിങ്ങൾ പരിശീലന കേന്ദ്രത്തിൽ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നത് ആ ദിവസത്തെ ഡേറ്റും അവിടെ രേഖപ്പെടുത്തുക. ഏതായാലും തെറ്റാതെ വളരെ നേരത്തെ തന്നെ ഫോം 12 പൂരിപ്പിച്ച് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർക്ക് ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതിൻ്റെ കൂടെ ഇലക്ഷൻ ID കാർഡിൻ്റെ കോപ്പിയും നിർബന്ധമായിട്ടും സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വളരെ വൈകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ. കാരണം ഇത് കിട്ടിയിട്ട് വേണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ഈ പറയപ്പെടുന്ന പോളിംഗ് ഓഫീസർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ബാലറ്റ് പേപ്പർ കൃത്യമായിട്ട് പോസ്റ്റലായിട്ട് എത്തിച്ചു കൊടുക്കാൻ. ആയതുകൊണ്ട് കഴിയുന്നതും നേരത്തെ തന്നെ, പറ്റുമെങ്കിൽ പരമാവധി നിങ്ങളുടെ പരിശീലന കേന്ദ്രത്തിൽ തന്നെ ഈ അപേക്ഷാ ഫോം നൽകാൻ എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.